എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജൂൺ 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. നമ്മുടെ ലോകത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വരൂ, ഒരു തൈ നടാം, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം കുഞ്ഞുങ്ങളെ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു ചർച്ചയാണ്. അത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമ്മളെല്ലാം എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാ കവിതകളും കഥകളും ഒക്കെ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. നമ്മൾ പ്രകൃതിയെ കണ്ടാണ് കഥകളും കവിതകളും ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടനും മുത്തശ്ശിയും കൂടി വലിയൊരു ചർച്ചയിലാണ്. മുത്തശ്ശി ചോദിച്ചു, ഉണ്ണിക്കുട്ട, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുമോ? മുത്തശ്ശി, നാളെ ജൂൺ 5 അല്ലേ? ജൂൺ 5 പ്രത്യേകതയെക്കുറിച്ച് ടീച്ചേഴ്സ് പറഞ്ഞു. നാളെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ലോക പരിസ്ഥിതി ദിനം. അതിനെക്കുറിച്ച് ടീച്ചർ എന്തൊക്കെ പറഞ്ഞു? മുത്തശ്ശി, ടീച്ചർ പറഞ്ഞത് നാളെ എല്ലാവരും വീടുകളിൽ ഒരു വൃക്ഷത്തൈ നടണം. കൂടാതെ 1-2 വൃക്ഷത്തൈ നമ്മുടെ സ്കൂളിൽ നടുന്നതിന് കൊണ്ടുവരികയും വേണം. പിന്നെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ക്ലാസ് ലീഡർ പറയുകയും വേണം. മുത്തശ്ശി, അത് ഞാനാണ് ക്ലാസ് ലീഡർ, അതുകൊണ്ട് ഞാനാണത് പറയേണ്ടത്. മുത്തശ്ശി, അതിനെക്കുറിച്ച് ഒന്നും വിശദമായി പറഞ്ഞു തരാമോ? പിന്നെന്താ കുട്ടി, പ്രകൃതിയെ നശിപ്പിക്കരുത്, അതിനെ സംരക്ഷിക്കണം. അതിനായി ഒരു വൃക്ഷത്തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് നാളെ. നാളെ കഴിഞ്ഞാലും നമുക്ക് വെക്കാം കേട്ടോ, എങ്കിലും നാളെ നമ്മളെ ആ ദിവസമാണ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ ഒരു വലിയ ഗുണപാഠം പഠിക്കാനുണ്ട്. മനുഷ്യരുടെ സുഖസൗകര്യത്തിന് വേണ്ടി പ്രകൃതിയെ പല രീതിയിലും നശിപ്പിക്കുകയല്ലേ? അതിൻ്റെ തിരിച്ചടികൾ ഓരോന്നുമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്താ മുത്തശ്ശി? നമ്മളെങ്ങനെയാ പ്രകൃതിയെ നശിപ്പിക്കുന്നത്? എല്ലാവരുമല്ല, ചിലരൊക്കെ. ആറ്റിലും പുഴയിലും കുളങ്ങളിലുമൊക്കെ മാലിന്യ കൂമ്പാരങ്ങൾ വലിച്ചെറിയുകയും ഫാക്ടറികളിലെ വേസ്റ്റ് മണ്ണിലും നദികളിലും മറ്റും അലക്ഷ്യമായി ഒഴുക്കിവിട്ടും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടുന്ന് വരുന്ന ഫാക്ടറിയിൽ നിന്നൊക്കെ വരത്തില്ലേ ആ പുക, അന്തരീക്ഷ മലിനീകരണവും നടക്കും. ഒരിക്കലും നശിക്കാത്ത പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വളരെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. പണ്ടൊക്കെ പ്രകൃതിയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. കാടുകളും കുളങ്ങളും തോടുകളും പുഴകളും പാടങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ. ഇന്ന് അവയെല്ലാം നശിപ്പിച്ചു. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ, അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ നശിപ്പിച്ചു. പണ്ടുള്ളവർ പ്രകൃതിയെ ആശ്രയിച്ച ഉപജീവനം നടത്തുന്നവരായിരുന്നു. ഏറെയും കൃഷിയും കച്ചവടവും ഒക്കെ ആയിരുന്നു അന്ന് പണ്ടൊക്കെ. അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗവും ഇല്ലായിരുന്നു. അന്നൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇല്ലായിരുന്നു. പാള, ഇല, കടലാസ് ഇതൊക്കെയായിരുന്നു കൂടുതൽ. പരിസ്ഥിതിക്ക് വളരെ ദോഷകരമാണ് ഇതൊക്കെ. മണ്ണിനോട് ലയിക്കുന്നവയും ദോഷങ്ങളില്ലാത്തവയുമായ കൃഷി സമ്പ്രദായമായിരുന്നു. അതുകൊണ്ട് അവ വിഷരഹിതവുമായിരുന്നു. മുത്തശ്ശിയുടെ ഒക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശനും അച്ഛനും ഒക്കെ കഴിഞ്ഞിരുന്നത് കൃഷി ചെയ്തായിരുന്നു. മറ്റു ജോലികൾ ചെയ്യുന്നവരും ഞങ്ങൾ കുട്ടികളുമൊക്കെ വീടിൻ്റെ പരിസരത്ത് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവരോടൊപ്പം ഞങ്ങളും കൂടുമായിരുന്നു അച്ഛനോടൊപ്പം കൃഷി ചെയ്യാൻ. അപ്പോൾ മണ്ണിൽ ലയിക്കുന്ന പച്ചിലകൾ, ചാരം, ചാണകം ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് വീടും പരിസരവും വൃത്തിയാകുകയും ചെയ്യും, വിഷരഹിതമായ വളവുമാകും. അത് കൊള്ളാമല്ലോ മുത്തശ്ശി. നമുക്ക് ഇവിടെ പച്ചക്കറി അതുപോലെ ചെയ്താലോ? നല്ല കാര്യമാണ്. പലർക്കും മണ്ണ് തന്നെ ഇല്ല. ഇന്ന് വയലുകളും കുന്നുകളും ഒക്കെ നിരത്തി ബഹുനില കെട്ടിടവും വലിയ ഫ്ലാറ്റുകളില്ലേ, അതും ഫാക്ടറികളും ഒക്കെ നിർമ്മിച്ചു. കാടുകളും മറ്റും വെട്ടി നിരത്തി. അവയൊക്കെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അതൊരു സംരക്ഷണമാകുമായിരുന്നു.
കൃഷികൾക്ക് വേണ്ട രീതിയിൽ കൃഷികളാണെങ്കിലോ വേണ്ട രീതിയിൽ ചെയ്യുന്നേയില്ല. വിഷലിപ്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും വെള്ളവും എല്ലാമാണ്. എന്നിട്ടോ അതൊക്കെ നമ്മുടെ ഇവിടെ ഇല്ലാതെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങുകയും വരുന്നു. ഉള്ള കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നുമില്ല. പണ്ടുള്ള കവികളും കഥാകൃത്തുക്കളും ഒക്കെ പ്രകൃതിയെ വർണ്ണിക്കുന്നതൊക്കെ കേൾക്കണം. ഇന്നിവയൊക്കെ കടലാസിൽ എഴുതിയത് മാത്രമായി മാറി. പണ്ടത്തെ നമ്മുടെ ഭൂമിയെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ചും എഴുതിയതായിരുന്നു അതൊക്കെ. ഒന്ന് വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യണം നിങ്ങൾ. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ONV.യുടെയും വള്ളത്തോളിൻ്റെയും ഒക്കെ അതിഗംഭീരമായ കവിതകളുണ്ട്. അതുപോലെ പലരുടെയും കഥകളുണ്ട്. സുഗതകുമാരിയുടെ ഈ പാട്ട് കേൾക്കാത്തവർ കാണില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചു കുട്ടികൾ പോലും ഇത് പാടി കേൾക്കുന്നത്. ഞാൻ അതൊന്നും പാടാമെന്ന് വെച്ചാൽ ഈണമൊന്നുമില്ല മുത്തശ്ശിക്ക്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പുതിയ തലമുറയിലെ കുട്ടികളെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കുക, അതിനായി പരിശ്രമിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും മുത്തശ്ശി നല്ല അറിവുകളാണ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യും. നന്ദി മുത്തശ്ശി. ഞങ്ങൾ ഫ്രണ്ട്സ് അതിനായി ശ്രമം നടത്താം. മുത്തശ്ശി പറഞ്ഞു തന്ന വാക്കുകൾ വെച്ച് നാളെ അസംബ്ലിയിൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് അടിപൊളി പ്രസംഗവും നടത്തും. ശരി, അങ്ങനെ നമ്മുടെ നാട് സുന്ദരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം പുതുതലമുറയെ അതിനായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു തൈ നാളെ നടണം. ഇടയ്ക്കൊക്കെ പുതിയ തൈകൾ വെക്കണം. മരങ്ങൾ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ പണ്ടുള്ളവർ 2 മരം വെച്ച് പിടിപ്പിക്കും. ഇന്ന് മരം വെട്ടി മാറ്റുന്നതല്ലാതെ ഒന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായും മാറട്ടെ. മുത്തശ്ശി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു കഥയുമായി വരാം. നിങ്ങളുടെ എല്ലാ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകണം. ബൈ.